കുടുംബം ഒന്നടങ്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ കൃഷ്ണകുമാറും കുടുംബവും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ദിയ കൃഷ്ണയുടെ ഒബൈഒസി എന്ന ഷോപ്പിലെ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിന്റെ വാർത്തയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നതോടെ ഇവർക്കുള്ള പിന്തുണ വളരെയധികം വർദ്ധിച്ചു. എന്തിനേറെ പറയുന്നു, ദിയയെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെ വീഡിയോയിൽ ആക്രമിച്ചിരുന്ന ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബർക്ക് പോലും ദിയയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായി. ജീവനക്കാർ വ്യാജ പരാതിയുമായി എത്തിയപ്പോൾ ഈ അനന്തു ദിയയ്ക്കെതിരെ വീഡിയോ ചെയ്തെങ്കിലും കമന്റുകളെല്ലാം തന്നെ ദിയയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരുന്നു. മാത്രമല്ല, പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ ഡിജിറ്റൽ തെളിവുകളും CCTV ദൃശ്യങ്ങളും എല്ലാം ദിയയ്ക്ക് അനുകൂലമായപ്പോൾ ദിയയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാതെ അനന്തുവിന് വേറെ വഴിയില്ലാതെയായി. റീച്ചാണല്ലോ ഏറ്റവും മുഖ്യം. നേരത്തെ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ അവർക്ക് കുറച്ചെങ്കിലും നെഗറ്റീവ് കമന്റ്സ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മലയാളികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ഈ കുടുംബത്തിന് പിന്തുണ നൽകി കഴിഞ്ഞു. കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നതും വളർത്തിക്കൊണ്ടുവന്ന രീതിയുമൊക്കെ ഏറെ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ അവരുടെ യൂട്യൂബ് ചാനലിൽ മലയാളികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ അത് എന്തായാലും കണ്ടിരിക്കണം. കൃഷ്ണകുമാറും സിന്ധുവും ഒപ്പം നിന്ന മലയാളികൾക്ക് നന്ദി പറയുകയാണ് ഈ വീഡിയോയിൽ. കൂടാതെ അച്ഛനും അമ്മയും മക്കളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എല്ലാ രക്ഷിതാക്കളും പറയും, ഞങ്ങൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ അല്ലെങ്കിൽ അവൾ നന്നാവുന്നില്ല, ഇങ്ങനെയൊക്കെ പല പരാതികളും വീട്ടുകാർക്കുണ്ട്. എല്ലാവരും അവർ ചെയ്യുന്നതിനെയൊക്കെ ശരി, അതൊക്കെയാണ് മക്കൾക്ക് വേണ്ടത് എന്നൊക്കെ കരുതിയാണ് ഓരോന്ന് ചെയ്യുന്നത്. എന്നാൽ മക്കളെക്കുറിച്ച് എന്നും പരാതികൾ മാത്രം. അവരവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മക്കളിൽ അടിച്ചേൽപ്പിക്കാനാണ് ഓരോ മാതാപിതാക്കളും ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മക്കളോടൊപ്പം നിൽക്കുന്നതിന് പകരം ആ സമയത്താണ് അവർ മക്കളെ കുറ്റപ്പെടുത്താനായി ശ്രമിക്കുന്നത്. അത് ഏകദേശം ഒരു പ്രതികാര ബുദ്ധിയോടെയാണ് പല രക്ഷിതാക്കൾക്കും മക്കൾക്കൊരു വീഴ്ച പറ്റുമ്പോൾ പെരുമാറുന്നത്. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് കൃത്യമായി പറയാൻ ഇവരുടെ കുടുംബം നോക്കുമ്പോൾ കഴിയും.